ॐ जटाधरं पाण्डुरङ्गं शूलहस्तं कृपानिधिं सर्वरोगहरं देवं ദത്താത്രേയം അഹം ഭജേത്. ഗുരുപരമ്പരയ്ക്കും ശ്രീ പി കേശവൻ നമ്പൂതിരിക്കും പ്രണാമം. ശ്രീപാദ ശ്രീവല്ലഭ ചരിതാമൃതാകാരേണ ഗുരുദത്താത്രേയ ശ്രീപാദ ശ്രീവല്ലഭ പരബ്രഹ്മണേ നമഃ. അധ്യായം 16. ശ്രീമൻ നാരായണൻ്റെ കഥ. ശ്രീപാദൻ്റെ ദിവ്യചരിത്രത്തെ മനനം ചെയ്തുകൊണ്ടും ശ്രീപാദനാമത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ടും ഞാൻ യാത്ര തുടർന്നു. ശ്രീപാദൻ ഇപ്പോൾ താമസിക്കുന്ന കുരുംഗഡ്ഡയ്ക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നതിൽ ഞാൻ ആഹ്ലാദഭരിതനായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു കരിമ്പിൻ തോട്ടം ഉണ്ടായിരുന്നു. കൃഷിക്കാരൻ തോട്ടത്തിലുള്ള ഒരു തറമേൽ സുഖമായി ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ വിനയപൂർവ്വം എന്നെ ക്ഷണിച്ചു. ശ്രീമാൻ, കുറച്ചു നേരം ഇവിടെ വിശ്രമിച്ചിട്ടു പോകൂ. അല്പം കരിമ്പിൻ നീരും കഴിക്കാം. വരൂ. ഞാൻ അയാൾ തന്ന കരിമ്പിൻ നീര് കുടിച്ചു. നല്ല മധുരമുണ്ടായിരുന്നു. ഞാൻ ശ്രീപാദ ദർശനത്തിനായി പോവുകയാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അയാൾ പറയുവാൻ തുടങ്ങി. ശ്രീമാൻ, എൻ്റെ പേര് ശ്രീമൻ നാരായണൻ. കുടുംബപ്പേര് മല്ലാതി. സ്വഗ്രാമം മാല്യാദ്രിപുരമാണ്. കാലക്രമേണ ആ പേര് മല്ലാതി എന്നായി മാറി. ശ്രീ ബാപ്പനാരിയുടെ ഗ്രാമവും മാല്യാദ്രിപുരമാണ്. കുടുംബനാമം മല്ലാതി എന്നുമാണ്. എന്നാൽ അദ്ദേഹം ബ്രാഹ്മണനാണ്. ഞാൻ കമ്മ ജാതിക്കാരനാണ്. ഞങ്ങൾക്ക് ബാപ്പനാരിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. ശ്രീപാദന് 8 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ മാല്യാദ്രിപുരം വിട്ട് പീഠികാപുരത്ത് വന്ന് താമസമാക്കി. ഞങ്ങളുടെ സ്വഗ്രാമത്തിലെ സാഹചര്യം താറുമാറായി. സാമ്പത്തിക നില വളരെ മോശമായി. ബാധ്യതകൾ താങ്ങാൻ കഴിയാതായി. സ്ഥാവര ജംഗമ സ്വത്തുക്കൾ വിറ്റ് ധരിച്ച വസ്ത്രങ്ങളോടെ ഞങ്ങൾ പീഠികാപുരത്ത് എത്തി. ശ്രീ ബാപ്പനാര്യ ഞങ്ങളെ ഹാർദവമായി സ്വീകരിച്ചു. ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. അദ്ദേഹത്തിൻ്റെ കൃഷിസ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഞങ്ങൾ ബാപ്പനാരിയോട് അപേക്ഷിച്ചു. പരാന്നഭോജികളായി ജീവിക്കുന്നത് നല്ല കാര്യമല്ല. അങ്ങ് ഞങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും തന്ന് ഞങ്ങളെ രക്ഷിച്ചു. മുൻപ് പൂക്കൾ വിറ്റിരുന്നിടത്ത് വിറക് വിൽക്കേണ്ടതായി വരുന്നത് വേദനാജനകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തം ഗ്രാമത്തെ ഉപേക്ഷിച്ച് പീഠികാപുരത്തേക്ക് വന്നത്. അങ്ങ് ദയവ് ചെയ്ത് അങ്ങയുടെ കൃഷിസ്ഥലം ഞങ്ങൾക്ക് പാട്ടത്തിന് തരികയാണെങ്കിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും. ഞങ്ങളോട് കാരുണ്യം കാണിക്കൂ. അന്ന് ശ്രീപാദൻ ശ്രീ ബാപ്പനാരിയുടെ ഗൃഹത്തിൽ ഉണ്ടായിരുന്നു. ശ്രീപാദൻ പറഞ്ഞു, ശ്രീ ബാപ്പനാരിയുടെ ഗൃഹത്തിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം ദിവ്യമായ പ്രസാദത്തിന് തുല്യമാണ്. ദൈവകൃപ ഇല്ലാത്തവർക്ക് അത് കിട്ടുകയില്ല. സാധാരണക്കാർക്ക് ബാപ്പനാരിയെ പോലുള്ള ഒരു മഹാതപസ്വിയുടെ ദർശനം കിട്ടുക എന്നത് അസാധ്യമാണ്. പൂർവ്വപുണ്യം കൊണ്ടാണ് നിങ്ങൾക്ക് അതിന് സാധിച്ചത്. ശ്രീ ബാപ്പനാര്യ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ കൃഷിഭൂമിയെല്ലാം കൃഷിക്കാർക്ക് കൊടുത്തു കഴിഞ്ഞു. അവർ അതിൽ കൃഷി ചെയ്യുന്നുണ്ട്. ന്യായീകരിക്കാവുന്ന കാരണമില്ലാതെ അവരെ മാറ്റുന്നത് ധാർമ്മിക തത്വങ്ങൾക്ക് യോജിക്കുന്നതല്ല. കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കൂ. മറ്റെന്തെങ്കിലും മാർഗം ഉണ്ടായെന്ന് വരും. ശ്രീപാദൻ പറഞ്ഞു. ഇതാ ഒരു പിടി ഉഴുന്ന്. ഇത് ശ്രദ്ധിച്ച് ഒരു ശീലയിൽ പൊതിഞ്ഞു കെട്ടൂ. ഇതും കൊണ്ട് പടിഞ്ഞാറോട്ട് പോകൂ. നിങ്ങളുടെ ആഗ്രഹം സാധിച്ചതിന് ശേഷം ഇത് എറിഞ്ഞു കളയൂ. പാറകൾക്കിടയിൽ പെട്ടുപോയ ഒരു തവളയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന പ്രപഞ്ചനാഥന് നിങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും ഏർപ്പാട് ചെയ്യുവാൻ കഴിയുകയില്ലേ? ബാപ്പനാരിയുടെ ഗൃഹത്തിൽ നിന്ന് ഭക്ഷണം കഴിഞ്ഞ് ഉഴുന്നുമണികൾ മേൽവസ്ത്രത്തിൻ്റെ അറ്റത്ത് ഭദ്രമായി കെട്ടിവെച്ച് ഞങ്ങൾ പടിഞ്ഞാറോട്ടുള്ള യാത്ര തുടങ്ങി. ശ്രീപാദൻ്റെ അനുഗ്രഹം കൊണ്ട് ആഹാരത്തിനും വെള്ളത്തിനും ഒരു ക്ഷാമവും ഉണ്ടായില്ല. ചോദിക്കാതെ തന്നെ ആഹാരം കിട്ടുക എന്നത് വലിയൊരു അത്ഭുതമായിരുന്നു. ആന്ധ്രാദേശം കടന്ന് ഞങ്ങൾ കർണാടകത്തിലെത്തി. വഴിക്ക് ഒരു ചെറിയ വീട് കണ്ടു. വൃദ്ധ ദമ്പതികളാണ് അവിടെ താമസിച്ചിരുന്നത്. അവരും കമ്മജാതിക്കാരായിരുന്നു. അവർക്കൊരു മകനുണ്ടായിരുന്നു. അയാൾ പാമ്പ് കടിയേറ്റ് മരിച്ചുപോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മകൻ്റെ ഭാര്യയും കൃഷ്ണാനദിയിൽ കുളിക്കാൻ പോയപ്പോൾ മുങ്ങി മരിച്ചു. വയസ്സുകാലത്ത് അവരെ സംരക്ഷിക്കാൻ ആരുമില്ലാതായി. ബന്ധുക്കൾ ഇവരുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മധുരമായ സംസാരം കൊണ്ട് അവർ ദമ്പതികളെ വശത്താക്കാൻ ശ്രമിച്ചു. ബന്ധുക്കൾക്കിടയിൽ എങ്ങനെയാണ് സ്വത്ത് വീതിക്കേണ്ടത് എന്ന് ആ വൃദ്ധ ദമ്പതികൾക്ക് നിശ്ചയമില്ല. ഞങ്ങൾക്ക് അവരുടെ ആതിഥ്യം ലഭിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടപ്പോഴെല്ലാം എന്തെങ്കിലും തടസ്സമുണ്ടായി. ഒരിക്കൽ ഞങ്ങൾ എന്തായാലും യാത്ര പുറപ്പെടുമെന്ന് തീർച്ചയാക്കി. പെട്ടെന്ന് വീട്ടിലുള്ള എല്ലാവർക്കും ഛർദിയും വയറിളക്കവും തുടങ്ങി. ദമ്പതികളുടെ ഞങ്ങളോടുള്ള സ്നേഹം വർദ്ധിച്ചു.
അവരുടെ അസുഖം ഭേദമായിട്ടും അവർ ഞങ്ങളെ പോകാൻ അനുവദിച്ചില്ല. ഇത് ബന്ധുക്കൾക്ക് ഇഷ്ടമായില്ല. സ്വത്ത് സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ താമസിക്കുന്നത് എന്നവർ കരുതി. മേൽവസ്ത്രത്തിൽ കെട്ടിവെച്ചിരുന്ന ഉഴുന്നുമണികളിൽ നിന്ന് സഹിക്കാൻ വയ്യാത്ത ദുർഗന്ധം വന്നു തുടങ്ങി. ഇനി അത് കയ്യിൽ വെക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതി ഞങ്ങൾ അത് എറിഞ്ഞുകളഞ്ഞു. ജീവിക്കുകയാണെങ്കിലും മരിക്കുകയാണെങ്കിലും അവിടെ തന്നെയാകട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ബന്ധുക്കൾക്ക് വൃദ്ധ ദമ്പതികളുടെ കാര്യത്തിൽ ഉത്കണ്ഠയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ സ്വത്തിൽ മാത്രമായിരുന്നു താല്പര്യം. ഞങ്ങൾ വൃദ്ധ ദമ്പതികളുടെ ജാതി തന്നെ ആയതുകൊണ്ട് അവർ ഞങ്ങളെ ദത്തെടുക്കുവാനും സ്വത്ത് ഞങ്ങൾക്ക് നൽകുവാനും നിശ്ചയിച്ചു. ബന്ധുക്കൾ ഇത് ശ്രദ്ധിച്ചിരുന്നു. അവർക്കിത് വളരെ വേദനാജനകമായിരുന്നു. അവർ തങ്ങൾക്കിടയിൽ ഒരു കരാറുണ്ടാക്കി. ഞങ്ങളെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ആട്ടിയോടിക്കുകയും സ്വത്ത് തങ്ങൾക്കിടയിൽ തുല്യമായി വീതിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കരാർ. അവർക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു. അവർ കൈക്കൂലി കൊടുത്ത് വൃദ്ധ ദമ്പതികളുടെ വീട്ടിലേക്ക് അയാളെ കൊണ്ടുവന്നു. ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങളുടെ അതിഥികളുടെ ജാതകങ്ങൾ അത്യന്തം അമംഗളകരമാണ്. അവർ എവിടെയുണ്ടോ അവിടെ സ്ത്രീ ഉണ്ടായിരിക്കുകയില്ല. മാത്രമല്ല എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യവും അവരെ പിടികൂടും. കഴിയുന്നത്ര നേരത്തെ അവരെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കൂ. ഇതിന് വൃദ്ധ ദമ്പതികൾ മറുപടി പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ അവരുടെ ജാതകങ്ങളിൽ ദാരിദ്ര്യ യോഗം ഉണ്ടെങ്കിൽ അതിന് പരിഹാരവും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് അവരുടെ ഭാഗ്യദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പരിഹാരക്രിയകൾ ചെയ്ത് അവർക്ക് സർവ്വമംഗളങ്ങളും നൽകണം. അതിന് വേണ്ടിവരുന്ന ചെലവ് എത്രയായാലും അത് വഹിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. സമസ്ത പ്രപഞ്ചവും ദേവതകളുടെ നിയന്ത്രണത്തിലാണ്. ആ ദേവതകൾ മന്ത്രങ്ങൾക്ക് അധീനരാണ്. മന്ത്രങ്ങൾ ബ്രാഹ്മണരുടെ അധീനത്തിലാണ്. അതുകൊണ്ട് സദ്ബ്രാഹ്മണരായ നിങ്ങളെപ്പോലെയുള്ളവർ ഞങ്ങൾക്ക് ദൈവങ്ങളാണ്. ദയവ് ചെയ്ത് ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കൂ. പൂജകൾക്കും മറ്റും വേണ്ട ഏർപ്പാട് ചെയ്യുകയല്ലാതെ ജ്യോത്സ്യന് മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ പ്രിയ ശങ്കരഭട്ട്, നെൽകൃഷിക്ക് മഴ ആവശ്യമാണ്. യജ്ഞം മഴ തരുന്നു. യജ്ഞം കർമ്മങ്ങളിൽ നിന്നുണ്ടായതാണ്. എല്ലാ കർമ്മങ്ങളും വേദങ്ങളിൽ നിന്ന് ഉണ്ടായവയാണ്. മനുഷ്യർ യാഗങ്ങൾ ചെയ്ത് ദേവന്മാരെ ആരാധിക്കണം. ദേവകൾ മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാക്കണം. ഇപ്രകാരം മനുഷ്യരും ദേവതകളുമായി പരസ്പര ആശ്രയത്വമുണ്ട്. ദേവയജ്ഞം, മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം, ബ്രഹ്മയജ്ഞം എന്നിങ്ങനെ യജ്ഞങ്ങൾ 5 വിധമാണ്. ശ്രീപാദൻ്റെ ലീലകൾ വളരെ വളരെ വിചിത്രങ്ങളാണ്. വൃദ്ധ ദമ്പതികളുടെ സഹായത്തോടെ ഉത്തമ ബ്രാഹ്മണരാൽ സർവമംഗളസിദ്ധിക്കായി യജ്ഞം നടത്തപ്പെട്ടു. വാസ്തവത്തിൽ ഞങ്ങളുടെ ജാതകങ്ങളിൽ ഏതു വിധത്തിലുള്ള ദോഷങ്ങളും ഉണ്ടായിരുന്നില്ല. വൃദ്ധ ദമ്പതികളുടെ പുണ്യം കൊണ്ട് പരമപവിത്രമായ ഒരു യജ്ഞം ദർശിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ഇന്ദ്രാദി ദേവന്മാർ പരോക്ഷ ദേവന്മാരും ഋത്തുക്കുകൾ, അതായത് യാഗക്രിയ ചെയ്യുന്ന പുരോഹിതന്മാർ പ്രത്യക്ഷ ദേവന്മാരുമാണ്. ഇന്ദ്രനും മറ്റു ദേവന്മാർക്കും ഹോമിക്കപ്പെടുന്ന ചെറിയ ഹോമദ്രവ്യങ്ങൾ മന്ത്രശക്തി കൊണ്ട് ദേവതകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള കഴിവുള്ളവയായി തീരുന്നു. ഭൂമിദേവിയെ താങ്ങി നിർത്തുന്ന 7 കൂട്ടർ: പശുക്കൾ, വേദങ്ങൾ, ബ്രാഹ്മണർ, പതിവ്രതകൾ, സത്യസന്ധന്മാർ, അലുബ്ധന്മാർ, ദാനശീലന്മാർ എന്നീ 7 കൂട്ടർ ഭൂമിദേവിയെ താങ്ങി നിർത്തുന്നു. കാളകൾ കൃഷിക്ക് വളരെ ആവശ്യമാണ്. ഗോമാതാവ് പാല്, നെയ്യ്, തൈര് മുതലായ ഭോജ്യവസ്തുക്കൾ തന്ന് മനുഷ്യനെ ഇഹലോകത്തിലെ സ്ഥിതിയിലും യജ്ഞയാഗങ്ങളിലും സഹായിച്ച് പരലോകത്തിലെ സ്ഥിതിയിലും സഹായിക്കുന്നു. ഇന്ദ്രാദി സർവ്വദേവകളും വേദമന്ത്രങ്ങളോടെ സമർപ്പിക്കപ്പെടുന്ന ഹവിസ്സുകളെ സ്വീകരിക്കുന്നു. എല്ലാ ധർമ്മങ്ങൾക്കും വേദമാണ് മൂലം. അതുകൊണ്ട് വേദങ്ങൾ ഭൂമിയെയും താങ്ങി നിർത്തുന്നു. ബ്രാഹ്മണർ യജനയാചനങ്ങളിൽ കൂടി ജനങ്ങളെ സത്കർമ്മങ്ങൾ ചെയ്യിക്കുന്നു. അതുകൊണ്ട് ബ്രാഹ്മണരും ഭൂമിയെ താങ്ങി നിർത്തുന്നു. പതിവ്രതകൾ തങ്ങളുടെ പാതിവ്രത്യ മഹാത്മ്യം കൊണ്ട് ധർമ്മത്തെ ഹാനി കൂടാതെ കാക്കുന്നു. സത്യസന്ധന്മാർ അവരുടെ വാക്പരിപാലനം കൊണ്ടും സത്യനിഷ്ഠ കൊണ്ടും ഭൂമിയെ കാത്തുരക്ഷിക്കുന്നു. അലുബ്ധന്മാർ ലോഭം വെടിഞ്ഞ് സഹകരണത്തിൻ്റെയും സഹജീവി സ്നേഹത്തിൻ്റെയും മാധുര്യം പരത്തുന്നു. ദാനശീലന്മാർ അവരുടെ ഇഹലോകധനം കൊണ്ടും പരലോകധനം കൊണ്ടും പുണ്യധനം കൊണ്ടും അവശത അനുഭവിക്കുന്നവരെയും അധകൃതരെയും നിർഭാഗ്യവാന്മാരെയും സംരക്ഷിക്കുന്നു. ബാപ്പനാരിയെ പോലുള്ള ഒരു മഹാപുണ്യധനനെ സന്ദർശിച്ച ഞങ്ങളെ നിമിത്തം മാത്രമാക്കിക്കൊണ്ട് യജ്ഞപുരുഷനായ ശ്രീപാദൻ പരോക്ഷമായി യജ്ഞച്ചടങ്ങുകൾ പൂർത്തിയാക്കി ഞങ്ങളെ ധന്യരാക്കി.
ശ്രീപാദൻ തൻ്റെ ഭക്തന്മാരെ രക്ഷപ്പെടുത്തിയ വിധം. യജ്ഞം തടസ്സമൊന്നും കൂടാതെ പൂർത്തീകരിക്കപ്പെട്ടു. വൃദ്ധ ദമ്പതികൾ ഞങ്ങളെ തങ്ങളുടെ അവകാശികളായി നിശ്ചയിച്ചു. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങളുടേതായുള്ള ഒരേ ഒരു കൃഷിസ്ഥലം ഒരു മുളക് തോട്ടമായിരുന്നു. അതിൻ്റെ അതിർത്തിയിൽ പനകൾ ഉണ്ടായിരുന്നു. പനകൾ കള്ള് ചെത്തുവാനായി ഗൗഡന്മാർക്ക് കൊടുത്തിരുന്നു. ബന്ധുക്കൾ വക്രമാർഗത്തിലൂടെ തോട്ടത്തിലെ മുളക് കൈക്കലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അവർ പഴുത്ത മുളക് പറിച്ച് ചാക്കുകളിൽ നിറച്ച് കാളവണ്ടികളിൽ കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുകയായിരുന്നു. ആ സമയത്ത് ഞാൻ അവിടേക്ക് ചെന്ന് ആ രംഗം കണ്ട് ഞാൻ വിസ്മയിച്ചു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അവർ 10 പേർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു കരടി ഒരു പനയിൽ കയറി കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആശ്ചര്യകരമായ ഒരു കാഴ്ചയും ഞാൻ കണ്ടു. കരടി പനയിൽ നിന്ന് ചാടിയിറങ്ങി. അതിനെ കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. മൂർച്ചയുള്ള നീണ്ട നഖങ്ങൾ കൊണ്ട് അത് മനുഷ്യൻ്റെ മാംസം വരെ കീറിപ്പറിച്ചെന്ന് വരാം. നഖം കൊണ്ട് കുത്തിയാൽ രക്തത്തിലും വിഷം കലരും. കരടി നേരെ കാളവണ്ടിയുടെ അടുത്തേക്ക് വന്നു. ബന്ധുക്കൾ വല്ലാതെ ഭയന്ന് ഓടി. ഞാനും വളരെയധികം ഭയപ്പെട്ടു. ഞാൻ ശ്രീപാദനാമം ജപിക്കുവാൻ തുടങ്ങി. ഭയങ്കരനായ കരടി ശാന്തനായി. ഓരോ തവണ ഞാൻ ശ്രീപാദനാമം ചൊല്ലുമ്പോഴും അത് കൈകൊട്ടാൻ തുടങ്ങി. ഞാൻ വണ്ടിയിൽ കയറി മുളക് ചാക്കുകളും കൊണ്ട് വീട്ടിലേക്കെത്തി. കരടി വണ്ടിയുടെ മുമ്പിൽ നടന്നു. ഇത് വൃദ്ധ ദമ്പതികളെ മാത്രമല്ല എല്ലാ അയൽവാസികളെയും അത്യധികം അത്ഭുതപ്പെടുത്തി. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ ശ്രീപാദനാമം ചൊല്ലിക്കൊണ്ടിരുന്നു. കരടിയും അതിൻ്റെ താളത്തിനനുസരിച്ച് കൈകൊട്ടിക്കൊണ്ടിരുന്നു. ശ്രീപാദൻ്റെ പ്രസാദം കൊടുത്തപ്പോൾ കരടി സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അന്ന് മുതൽ ആ കരടി ഞങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെ പെരുമാറുവാൻ തുടങ്ങി. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളോടും വലിയ സ്നേഹം കാണിച്ചു. കുടുംബത്തോട് ശത്രുതയുള്ളവർക്ക് അതിനെ വലിയ ഭയമായിരുന്നു. ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് അത് കാവൽക്കാരനായി. ഞങ്ങൾക്ക് മോഷ്ടാക്കളെക്കുറിച്ച് പേടിയില്ലാതായി. ദത്തഭഗവാന്റെ ലീലകളെക്കുറിച്ചുള്ള ചർച്ചകളും ശ്രീപാദനാമജപവും വീട്ടിൽ എല്ലാ ദിവസവും മുടക്കമില്ലാതെ നടന്നു. ശ്രീമൻ നാരായണൻ ഈ വിവരങ്ങൾ തന്നുകൊണ്ടിരുന്നപ്പോൾ ആ കരടി കരിമ്പു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. ഞാൻ ഭയന്ന് വല്ലാതെ വിയർത്തു. എന്നാൽ അത് എന്നോട് വലിയ സ്നേഹം കാണിച്ചു. ഞാൻ ശ്രീപാദനാമം ജപിക്കുവാൻ തുടങ്ങിയപ്പോൾ അത് സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുവാനും തുടങ്ങി. ശ്രീമൻ നാരായണൻ ഇപ്രകാരം പറഞ്ഞു. അടുത്ത ഗ്രാമത്തിൽ ഒരു താന്ത്രികൻ വന്നു. അയാൾ ക്ഷുദ്രപ്രയോഗങ്ങൾ കൊണ്ട് ചില ശക്തികൾ സ്വായത്തമാക്കിയിരുന്നു. തൻ്റെ സ്വാധീനത്തിൽ വന്നവരിൽ നിന്ന് അയാൾ ധാരാളം പണം കരസ്ഥമാക്കിയിരുന്നു. വൃദ്ധദമ്പതികളുടെ ബന്ധുക്കൾ അയാളുടെ സഹായം തേടി. ആ താന്ത്രികൻ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വന്നു. അയാൾ തൻ്റെ തന്ത്രം കരടിയിൽ പ്രയോഗിച്ചു. കരടിയുടെ ശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടു. താന്ത്രികൻ്റെ അനുയായികൾ വലിയ ആഹ്ലാദത്തിലായി. കരടി ചലനരഹിതനായി കിടന്നു. ഒരു യോഗ പ്രക്രിയ കൊണ്ട് അയാൾ കരടിയുടെ ചൈതന്യവുമായി താദാത്മ്യം നേടുകയും മറ്റൊരു യോഗ പ്രക്രിയയിലൂടെ അതിൻ്റെ ശക്തി മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കുകയും ചെയ്തു. ശ്രീപാദൻ തൻ്റെ ഭക്തന്മാരെ പ്രാരബ്ധ കർമ്മങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത്. ശ്രീപാദൻ്റെ ലീലകൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തവയാണ്. കാര്യകാരണങ്ങൾ അറിയുക എന്നത് വളരെ പ്രയാസമായ കാര്യമാണ്. കാരണമില്ലാതെ കാര്യം ഉണ്ടാവുകയില്ല. ഇന്ദ്രൻ തൻ്റെ ധർമ്മത്തെ അനുസരിച്ച് അതിഭയങ്കരമായ മഴയുണ്ടാക്കി. ശ്രീകൃഷ്ണൻ തൻ്റെ ധർമ്മത്തെ അനുസരിച്ച് ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി തൻ്റെ ഗോപാലധർമ്മത്തെ നിറവേറ്റി. അതുപോലെ തന്നെ ശ്രീപാദൻ താന്ത്രികൻ്റെ യോഗശക്തികളെ ഫലിക്കുവാൻ അനുവദിച്ചു. കരടി യോഗപീഡനം അനുഭവിക്കുവാൻ ഇടയായി. എങ്കിലും കരടിയിൽ ഉണ്ടായിരുന്ന ഏതോ പുണ്യം അതിനെ ശ്രീപാദൻ്റെ ഭക്തനാക്കി തീർത്തിരുന്നു. അത് നിശബ്ദമായി കരഞ്ഞു. ശ്രീപാദൻ എല്ലാ ജീവികളുടെയും കരച്ചിൽ കേൾക്കും. അദ്ദേഹം ഓരോ ജീവിക്കും അതിൻ്റെ പൂർവ്വകർമ്മങ്ങൾക്ക് അനുസൃതമായ ഫലങ്ങൾ കൊടുക്കുമ്പോൾ തൻ്റെ കാരുണ്യം കൊണ്ട് പാപകർമ്മഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും. വീട്ടിൽ ദത്തകഥാപ്രസംഗവും ശ്രീപാദ ശ്രീവല്ലഭ നാമപാരായണവും പതിവായി നടന്നുകൊണ്ടിരുന്നു. അവിടെ കൂടിയിരുന്ന ഭക്തന്മാരുടെ മനസ്സിൽ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ചിലർ ശ്രദ്ധ കുറഞ്ഞവരായിരുന്നു. എന്നാൽ മറ്റു ചിലർ ശ്രദ്ധാലുക്കളും ശ്രീപാദനിൽ അചഞ്ചല ഭക്തി ഉള്ളവരും ആയിരുന്നു. നാമപാരായണം നടക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. നിശ്ചലമായി ജീവച്ഛവമായി കിടന്നിരുന്ന കരടി ചൈതന്യം വീണ്ടെടുത്തു. മുമ്പുണ്ടായിരുന്ന അതിൻ്റെ ശക്തിയെല്ലാം അതിന് തിരികെ കിട്ടി. അത് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. ദത്താത്രേയ യോഗം എല്ലാ പഴയ യോഗ പ്രക്രിയകൾക്കും അതീതമാണ്. കരടിയുടെ ആത്മചൈതന്യം താന്ത്രികനിലേക്ക് മാറ്റിയിരുന്നു. താന്ത്രികൻ്റെ ആത്മചൈതന്യവും മാനുഷത്വവും കരടിയിലേക്കും മാറ്റപ്പെട്ടു. കരടിയുടെ സ്വഭാവം മാറി.
അത് മനുഷ്യരെ പോലെ പെരുമാറുവാൻ തുടങ്ങി. മനുഷ്യരൂപം ഉണ്ടെങ്കിലും കരടിയുടെ സ്വഭാവം കിട്ടിയ താന്ത്രികൻ കരടിയെപ്പോലെ പെരുമാറുവാൻ തുടങ്ങി. അയാളുടെ അനുചരന്മാർ അയാളെ കയറുകൊണ്ട് കെട്ടി കാട്ടിൽ കൊണ്ടുപോയി വിട്ടു. കരടി മനുഷ്യരെ പോലെ സംസാരിക്കുവാൻ തുടങ്ങി. മാന്യരെ, ഞാൻ മുജ്ജന്മത്തിൽ ഒരു പണവ്യാപാരിയായിരുന്നു. ഞാൻ കടം വാങ്ങുന്നവരിൽ നിന്ന് കൂടുതൽ പലിശ ഈടാക്കുകയും അവരെ വളരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ കരടിയായി ജനിച്ചു. പൂർവ്വപുണ്യം കൊണ്ട് ശ്രീപാദൻ്റെ അനുഗ്രഹം ലഭിച്ചു. ശ്രീപാദൻ ശ്രീദത്തൻ തന്നെയാണെന്ന് ഓർക്കുക. അദ്ദേഹത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഉത്തമമായ ഒരു ജന്മം ലഭിക്കും. താന്ത്രികൻ പല പാപകർമ്മങ്ങളും ചെയ്തു. അതിനു പുറമെ ശ്രീപാദഭക്തനും മിണ്ടാപ്രാണിയുമായ എന്നെ ദ്രോഹിക്കുവാൻ ശ്രമിച്ചു. ശ്രീപാദൻ അയാൾക്കതിനുള്ള ശിക്ഷ കൊടുത്തു. രക്ഷണവും ശിക്ഷണവും രണ്ടും ശ്രീപാദനിൽ വസിക്കുന്നു. ഇളകാത്ത ഭക്തിയോടെ തന്നെ ആരാധിക്കുന്നവരിൽ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകും. തൻ്റെ ഭക്തന്മാരെ അധിക്ഷേപിക്കുന്നവരെയും ദൈവവിശ്വാസികളെ വിഷമിപ്പിക്കുന്നവരെയും അദ്ദേഹം ശിക്ഷിക്കുന്നു. ശിക്ഷ അനുഭവിച്ചുകൊണ്ട് ക്രമേണ അവർ ഭക്തരായി തീരുന്നു. ശ്രീപാദനാമം ജപിച്ചുകൊണ്ട് ഞാൻ സദ്ഗതി പ്രാപിക്കും. എല്ലാവരും അത്ഭുതസ്തബ്ധരായി. ഞങ്ങൾ ഭക്തിയോടുകൂടി നാമജപം തുടർന്നു. കരടി നിശബ്ദനായിരുന്നു. അതൊരു മോഹാലസ്യത്തിലായി. എവിടെ നിന്നോ 3 സർപ്പങ്ങൾ അവിടെ എത്തി. നാമജപം തുടർന്നപ്പോൾ അവയും മോഹാലസ്യത്തിലായി. കരടി ശാന്തമായി ശരീരം വെടിഞ്ഞു. സർപ്പങ്ങൾ 3 പ്രാവശ്യം കരടിയുടെ ശരീരത്തെ പ്രദക്ഷിണം ചെയ്തു. അവ എവിടെ നിന്ന് എന്തിനു വേണ്ടി വന്നു എന്ന് ആർക്കും മനസ്സിലായില്ല. മനുഷ്യരുടെ മൃതശരീരത്തിന് എന്ന പോലെയുള്ള ചടങ്ങുകളോടെ ഞങ്ങൾ കരടിയുടെ മരണാനന്തര ക്രിയകൾ ചെയ്തു. അന്ന് മുഴുവൻ ആ സർപ്പങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു. എല്ലായ്പ്പോഴും ഏതവസ്ഥയിലും ശ്രീപാദ ശ്രീവല്ലഭ നാമമായിരുന്നു ഞങ്ങൾക്ക് ആശ്രയം. ആ പുണ്യനാമം എപ്പോഴും ഞങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും. ശ്രീവല്ലഭന് നിവേദിച്ച പാല് ആ നാഗങ്ങൾ കുടിച്ചു. തീണ്ടാരിയായ സ്ത്രീകളോ എന്തെങ്കിലും അശുദ്ധിയുള്ളവരോ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നാഗങ്ങൾ സീൽക്കാരം പുറപ്പെടുവിക്കും. ഞങ്ങളുടെ വീട്ടിൽ നാഗങ്ങൾ ഉള്ളതുകൊണ്ട് പലർക്കും അവിടേക്ക് വരുവാൻ ഭയമായിരുന്നു. ദത്തഭക്തന്മാർ സ്വൈരമായി വന്നുകൊണ്ടിരുന്നു. ശ്രീദത്തൻ്റെയോ ശ്രീപാദൻ്റെയോ നാമം കേൾക്കുമ്പോഴെല്ലാം അവ ഭക്തിയിൽ മുഴുകും. വൃദ്ധ ദമ്പതികളുടെ വീടിൻ്റെ കുറേ സ്ഥലം ബന്ധുക്കൾ കയ്യേറിയിരുന്നു. അത് തർക്കത്തിലിരിക്കുന്ന സ്ഥലമായി ഗ്രാമത്തിലെ പ്രമാണികൾ നിശ്ചയിച്ചു. അവസാന തീർപ്പാകുന്നതുവരെ അതിൽ കൃഷി ചെയ്യാനുള്ള അനുമതിയും ബന്ധുക്കൾക്ക് കൊടുത്തു. അവർ പ്രമാണികളെ പണം കൊടുത്തു സ്വാധീനിച്ചിരുന്നു. അതുകൊണ്ട് എത്ര കാലമായിട്ടും തർക്കം തീർപ്പായില്ല. നിസാര കാരണങ്ങൾ പറഞ്ഞ് തീർപ്പ് നീട്ടിക്കൊണ്ടുപോയി. ആ തർക്കഭൂമിയിൽ ഒരു സർപ്പപ്പുറ്റുണ്ടായിരുന്നു. നാഗചതുർത്ഥി ദിവസം അതിൽ പാല് അർപ്പിക്കാറുണ്ട്. അതിൽ നാഗങ്ങൾ ഇല്ലായിരുന്നതുകൊണ്ട് നിർഭയമായി പാല് ഒഴിക്കുമായിരുന്നു. പാല് അർപ്പിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കും: നാഗദേവതേ, നാഗദേവതേ, ഞങ്ങൾക്ക് ദർശനഭാഗ്യം തരൂ, ഞങ്ങളുടെ അഭീഷ്ടങ്ങൾ സാധിപ്പിക്കൂ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ ഒരു നാഗം പോലും ഇല്ലെന്ന് അറിയാം. ശ്രീപാദൻ ആശ്ചര്യം ജനിപ്പിക്കുന്നതിൽ നിപുണനാണ്. നാഗചതുർത്ഥി അടുത്തു. നാഗപ്പുറ്റിൽ പാല് അർപ്പിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവർക്കും അവിടേക്ക് പോകുവാൻ ഭയമായിരുന്നു. എന്തായാലും നാഗചതുർത്ഥി എത്തി. ലോകം വളരെ വിചിത്രമാണ്. അവർ പ്രാർത്ഥിക്കുന്നു: നാഗദേവതേ, നാഗദേവതേ, പ്രത്യക്ഷപ്പെടൂ. എന്നാൽ നാഗദേവത പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ ആരും ഉണ്ടാകില്ല. എല്ലാവരും ഭയന്ന് മാറി നിൽക്കും. ഞങ്ങളും വൃദ്ധദമ്പതികളും ശ്രീപാദന് നിവേദിച്ച പാല് നാഗപ്പുറ്റിനടുത്ത് കൊണ്ടുചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ 3 നാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവ പാല് കുടിച്ച് പുറ്റിലേക്ക് തിരിച്ചുപോയി. ഞങ്ങളല്ലാതെ ആരും അവിടേക്ക് വന്നിരുന്നില്ല. ശ്രീപാദൻ തൻ്റെ ഭക്തന്മാരെ രക്ഷിക്കുന്നു. നാഗങ്ങളെ കൊല്ലുവാൻ ശ്രമിച്ചവർക്കുള്ള ഗുണപാഠം. നാഗചതുർത്ഥി ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഒരു മന്ത്രവാദി വന്നു. ഞങ്ങളുടെ ബന്ധുക്കളും ഗ്രാമമുഖ്യനും അയാളെ സാദരം സ്വാഗതം ചെയ്തു. അയാൾക്ക് ഏത് വിഷസർപ്പത്തെയും മന്ത്രശക്തി കൊണ്ട് സ്തംഭിപ്പിച്ച് തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയും. പാമ്പുകടിയേറ്റ് മരിക്കുന്ന ആരെയും മന്ത്രശക്തി കൊണ്ട് പുനരുജ്ജീവിപ്പിക്കുവാൻ കഴിയും. അയാളുടെ ഉള്ളം കൈയിൽ ഗരുഡരേഖയുണ്ടായിരുന്നു. സർപ്പങ്ങൾ കയ്യിൽ ഗരുഡരേഖയുള്ള മനുഷ്യരുടെ സ്വാധീനത്തിലായിരിക്കുമെന്ന് ശാസ്ത്രം പറയുന്നു. ഗ്രാമമുഖ്യനും മാന്ത്രികനും ആ സർപ്പങ്ങളെ കൊല്ലുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നാഗപ്പുറ്റിന് ചുറ്റുപാടിലെല്ലാം തീ കത്തിക്കുവാൻ ഏർപ്പാട് ചെയ്തു.
മാന്ത്രികൻ തൻ്റെ പീഠത്തിലിരുന്ന് ഉറക്കെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് താന്ത്രിക ക്രിയകൾ തുടങ്ങി. ശ്രേഷ്ഠരായ ആ സർപ്പങ്ങളെ കൊല്ലുന്നത് പാപമായതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ മനോവേദനയുണ്ടായി. ഞങ്ങൾ നിസ്സഹായരായിരുന്നു. ആ ഉത്തമ സർപ്പങ്ങളെ രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മന്ത്രശക്തി കൊണ്ട് വശീകരിക്കപ്പെട്ടതുപോലെ ആ സർപ്പങ്ങൾ പുറ്റിൽ നിന്ന് പുറത്തു വന്നു. മാന്ത്രികനും അനുചരന്മാരും വളരെ സന്തോഷിച്ചു. എന്നാൽ അവരുടെ സന്തോഷം ക്ഷണികമായിരുന്നു. പുറത്തു വന്ന സർപ്പങ്ങൾ ക്ഷണം ക്ഷണമായി വലുതായിക്കൊണ്ടിരുന്നു. മാന്ത്രികൻ മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു. മന്ത്രശക്തിയുടെ സ്വാധീനത്താൽ എന്ന പോലെ സർപ്പങ്ങൾ തീയിനടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. ആശ്ചര്യം! അഗ്നിഭഗവാൻ അവയ്ക്ക് വഴിയൊരുക്കിയതുപോലെ അവ മുന്നോട്ട് പോകുന്തോറും അവയുടെ വഴിയിലെ തീ കെട്ടുകൊണ്ടിരുന്നു. അവസാനം തീയെല്ലാം കെട്ടു. രാജസർപ്പങ്ങൾ നിർബാധം അവിടെ നിന്നു പോയി. മാന്ത്രികനും അനുചരന്മാരും അമ്പരന്നു പോയി. ഇതിനിടയിൽ ഗ്രാമമുഖ്യൻ്റെ മൂത്ത മകന് പാമ്പ് കടിയേറ്റതുപോലുള്ള ലക്ഷണങ്ങളുണ്ടായി. രണ്ടാമത്തെ മകൻ്റെ കാഴ്ചശക്തി മങ്ങി. പാമ്പുകടി ഏൽക്കാതെ അതിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ശരീരം വിഷമയമാവുകയും ചെയ്യുക എന്നത് അസാധാരണമാണ്. പെട്ടെന്ന് കാഴ്ചശക്തി നശിക്കുക എന്നതും വളരെ അസാധാരണമാണ്. മാന്ത്രികൻ പല മന്ത്രങ്ങൾ ജപിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. മാന്ത്രികൻ്റെ കയ്യിലെ ഗരുഡരേഖ ക്രമത്തിൽ ആകൃതി മാറുകയും മുഴുവനായി മാഞ്ഞു പോവുകയും ചെയ്തു. ഗ്രാമമുഖ്യൻ വല്ലാതെ ഭയപ്പെട്ടു. തന്നെ രക്ഷിക്കുവാൻ അശരണരുടെ രക്ഷകനായ ശ്രീപാദനല്ലാതെ ആരുമില്ല. മാന്ത്രികൻ്റെ മന്ത്രശക്തി പൂർണ്ണമായി ഇല്ലാതായി. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മരിച്ചു. ശ്രീപാദൻ്റെ ലീല ഒരു പ്രത്യേക സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന് ആർക്കാണ് അറിയുക? ഗ്രാമമുഖ്യൻ കരഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. ഞങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയും? ഏകാഗ്ര ഭക്തിയോടെ ശ്രീപാദനെ സ്മരിച്ചാൽ അയാളുടെ 2 മക്കളും ജീവനോടെ ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ അയാളോട് പറഞ്ഞു. മാന്ത്രികൻ്റെ മൃതദേഹം ഗ്രാമമുഖ്യൻ്റെ വീട്ടിലുണ്ടായിരുന്നു. മുഖ്യൻ്റെ 2 മക്കളും വിധിയുടെ വിളയാട്ടത്തിന് ഇരകളായി. ഞങ്ങളുടെ ബന്ധുക്കൾ പേടിച്ചു വിറച്ചു. അന്തരീക്ഷമാകെ ദയനീയമായിരുന്നു. മാന്ത്രികൻ്റെ ശരീരം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. ചിതയിൽ വെച്ച് ചിതയ്ക്ക് തീ കൊടുത്തു. പെട്ടെന്ന് മൃതശരീരത്തിന് ചൈതന്യമുണ്ടായി. തന്നെ കത്തുന്ന ചിതയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അത് ഉറക്കെ നിലവിളിച്ചു. ശ്മശാനത്തിലെ ജോലിക്കാർ ചിതയിൽ വെള്ളമൊഴിക്കുവാൻ തയ്യാറായില്ല. മാന്ത്രികൻ ഒരു പ്രേതമായി വീണ്ടും മൃതശരീരത്തിൽ പ്രവേശിച്ചതാണെന്ന് അവർ കരുതി. അതിനെ രക്ഷിച്ചാൽ അത് ആ ശരീരം ഉപയോഗിച്ച് എല്ലാ ദുഷ്പ്രവൃത്തികളിലും ഏർപ്പെടുമെന്ന അഭിപ്രായത്തിൽ അവർ ഉറച്ചുനിന്നു. ശരീരം കത്തിച്ചാരമായാൽ ഒരു പ്രേതമായി അത് തുടരുമെങ്കിലും കുറച്ച് മനുഷ്യരുടെ ദേഹത്തിൽ കയറി അവരെ മാത്രമേ ഉപദ്രവിക്കുകയുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. തൻ്റെ ശരീരത്തിലേക്ക് തന്നെ വീണ്ടും പ്രവേശിക്കുന്ന ഒരു പ്രേതം ശരീരമില്ലാത്ത പ്രേതത്തേക്കാൾ വലിയ നാശവും ദുരിതവും ഉണ്ടാക്കും. ഓരോ വ്യക്തിക്കും തൻ്റെ പ്രാരാബ്ധ കർമ്മങ്ങൾക്ക് അനുയോജ്യമായ മനോഭാവം നൽകി പൂർവകർമ്മഫലങ്ങൾ അനുഭവിപ്പിച്ച് പ്രത്യക്ഷമായി തൻ്റെ അവതാര തത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ശ്രീപാദൻ്റെ പ്രത്യേക രീതി. ശ്മശാന കാവൽക്കാരിൽ ദയാലുവായ ഒരാൾക്ക് മൃതദേഹത്തിൻ്റെ ഈ പീഡാനുഭവം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ കുറേ വെള്ളമെടുത്ത് ചിതയിലേക്ക് ഒഴിച്ചു. അത് തീ കെടുത്താൻ പര്യാപ്തമായില്ല. നേരെ മറിച്ച് നെയ്യൊഴിച്ചാൽ എന്ന പോലെ തീ ആളിക്കത്തി. തീ ജ്വാലകളാൽ ആ ശരീരം എരിഞ്ഞു പോയില്ല. കൈകാലുകൾ അധികം വിരൂപമായില്ല. ആത്മാവ് നരകത്തിൽ അനുഭവിക്കേണ്ട വേദനകൾ ഇവിടെ ദേഹത്തോടെ അനുഭവിച്ചു തീർക്കുകയായിരുന്നു. എൻ്റെ ശങ്കരഭട്ട്, കോടിക്കണക്കിന് വർഷങ്ങളായി ജീവികൾ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ട് രൗരവത്തിലും അതിലും വലിയ മറ്റ് നരകങ്ങളിലും വസിക്കുന്നു. കുളിക്കുമ്പോൾ കുടുമയോ തുവർത്തോ പിഴിയുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഈ മന്ത്രം ജപിച്ചുകൊണ്ട് വെള്ളം തളിക്കപ്പെടുന്നു. രൗരവേ പുണ്യനിലയെ പത്മാർബുദ നിവാസിനാം അർത്ഥിനാം ഉദകം ദത്തം. ഈ പുണ്യജലം എണ്ണമറ്റ കോടി വർഷങ്ങളായി രൗരവം പോലുള്ള പാപനരകങ്ങളിൽ താമസിക്കുന്നവരുടെ ദാഹം തീർക്കും. ശ്രീപാദൻ ധാർമ്മികരായ മനുഷ്യർക്ക് എളുപ്പത്തിൽ ലഭിക്കുന്ന ഒരു സ്വർണനിധിയാണ്. ധർമ്മഭ്രഷ്ടർക്കും മഹാപാപികൾക്കും അദ്ദേഹം യമധർമ്മരാജനെ പോലെയാണ്. മാന്ത്രികൻ്റെ മൃതദേഹം ചിതയിൽ നിന്ന് എഴുന്നേറ്റ് വന്നു. കത്തി നശിക്കാതെയും എന്നാൽ തീയിൽ നിന്നുണ്ടായ കഠിനവേദന കൊണ്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ടും മാന്ത്രികൻ ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ എത്തി.
ഞങ്ങളെല്ലാം ഗ്രാമമുഖ്യൻ്റെ വീട്ടിൽ ദത്തകഥകൾ വിവരിച്ചു പറയുന്നതിലും ദത്തൻ്റെ ദിവ്യവും തിളക്കമുള്ളതും നവ അവതാരവുമായ ശ്രീപാദ ശ്രീവല്ലഭൻ്റെ നാമങ്ങൾ പാടുന്നതിലും വ്യാപൃതരായി. ദത്തദിഗംബര ദത്തദിഗംബര, ശ്രീപാദവല്ലഭ ദത്തദിഗംബര എന്ന ദിവ്യനാമ സങ്കീർത്തനം അന്തരീക്ഷത്തെ പവിത്രത കൊണ്ട് നിറച്ചു. ശ്രീപാദ ശ്രീവല്ലഭൻ്റെ സ്ഥൂലരൂപത്തിൽ നിന്നുള്ള ദിവ്യകിരണങ്ങൾ സമീപത്തുള്ളവരെ പവിത്രീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മരൂപത്തിൽ നിന്നും പുറപ്പെടുന്ന പവിത്ര കിരണങ്ങൾ ഭൂമണ്ഡലത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കാരണശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന പവിത്ര രശ്മികൾ കോടാനുകോടി ബ്രഹ്മാണ്ടങ്ങളെ ശുദ്ധീകരിക്കുന്നു. മഹാകാരണശരീരം സച്ചിദാനന്ദ അദ്വൈത സ്വരൂപമായി വിശ്രാന്തിയിൽ സ്ഥിതി ചെയ്യുന്നു. അതിൽ നിന്ന് പ്രസരിക്കുന്ന ദിവ്യകിരണങ്ങൾ സാലോക്യ സാമീപ്യ സായുജ്യ അവസ്ഥകളിലുള്ള അവധൂതന്മാർ, അംശാവതാരങ്ങൾ, മഹാസിദ്ധപുരുഷന്മാർ, മഹായോഗികൾ മുതലായവരെ വിശുദ്ധരാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദിവ്യനാമം സ്മരിക്കപ്പെടുന്നിടത്ത് അദൃശ്യനായി അദ്ദേഹം ഉണ്ടാകും. അദ്ദേഹം തൻ്റെ ദിവ്യലീലകളിൽ കൂടി തൻ്റെ സത്തയെയും ശക്തിയെയും തെളിയിക്കുന്നു. ദത്തൻ ദിഗംബരനാണോ? ശ്രീപാദൻ ദത്തനാണോ? ശ്രീപാദനും ദിഗംബരനാണോ? അയാൾ വസ്ത്രമെടുക്കാത്ത ഭ്രാന്തനാണോ? മാന്ത്രികൻ ശ്രീപാദനെക്കുറിച്ച് പരിഹാസമായി പറഞ്ഞു. ശ്മശാനത്തിൽ തീജ്വാലകൾ മാന്ത്രികൻ്റെ ശരീരത്തിന് അസഹ്യവേദന നൽകിക്കൊണ്ടിരുന്ന സമയത്താണ് അയാളെ അവിടെ നിന്ന് കൊണ്ടുവന്നത്. പൂർണ്ണനഗ്നനായ അയാളെ ശ്രീപാദനാമ സങ്കീർത്തനം ചെയ്യുന്ന ഭക്തന്മാരുടെ മുമ്പിൽ നിർത്തി. ഇതൊരു ചെറിയ കാര്യമാണോ? ഇത് സാധാരണ യോഗികൾക്ക് ചെയ്യാൻ കഴിയുമോ? നാം എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ലീലകൾ കേട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? ഇത് അത്യന്തം അസാധാരണമാണ്, അത്ഭുതമാണ്, കേട്ടുകേൾവി ഇല്ലാത്തതാണ്, ഊഹിക്കാൻ പോലും കഴിയാത്തതാണ്. ശ്രീപാദൻ്റെ ശ്രീചരണങ്ങളിൽ തല കുമ്പിട്ട് ശരണം പ്രാപിക്കുന്നവർ സന്തുഷ്ടരായിരിക്കും. അമ്മമാരുടെ മടികളിൽ സുരക്ഷിതനായിരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ സന്തോഷവാന്മാരായിരിക്കും. അവർക്ക് എല്ലാ മംഗളങ്ങളും ക്ഷേമവും ഉണ്ടാകും. ശ്രീപാദനാമാലാപനം നടന്നുകൊണ്ടിരുന്നപ്പോൾ മാന്ത്രികൻ നൃത്തം ചെയ്യുകയും ശാന്തത കൈവരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. നൃത്തം നിർത്തിയാൽ വേദന അധികമാകും. നഗ്നനായി നൃത്തം ചെയ്യുക എന്നത് വളരെ ക്ലേശകരമായിരുന്നു. എല്ലാം തൻ്റെ കുറ്റമായിരുന്നു എന്നും ഇപ്പോൾ അതിൻ്റെ ഫലം അനുഭവിക്കുകയാണെന്നും അയാൾ മനസ്സിലാക്കി. താൻ തൻ്റെ മന്ത്രശക്തി കൊണ്ട് എത്രയോ സർപ്പങ്ങളെ തീയിൽ ഹോമിച്ചിട്ടുണ്ടെന്ന് അയാൾ ഓർത്തു. തൻ്റെ അജ്ഞതയുടെ കാലത്ത് മഹാത്മാക്കളെയും ദിഗംബര സന്യാസിമാരെയും അധിക്ഷേപിച്ചതിൻ്റെ ഫലമാണ് ഇത്. മനസ്സിൽ പശ്ചാത്താപം നിറഞ്ഞു. അയാൾ സർവാത്മന ശ്രീപാദനെ ശരണം പ്രാപിച്ചു. ഈ മാറ്റത്തോടെ മനസ്സിലെ അഗ്നി അടങ്ങി. ഞാൻ എൻ്റെ വസ്ത്രം അയാൾക്ക് ധരിക്കുവാൻ കൊടുത്തു. അയാൾ വലിയ ഉത്സാഹത്തോടെ സങ്കീർത്തനത്തിൽ പങ്കെടുത്തു. സൂര്യോദയം ആയപ്പോഴേക്ക് ഗ്രാമമുഖ്യൻ്റെ രണ്ടാമത്തെ മകൻ്റെ കാഴ്ച മുഴുവനായും തിരികെ കിട്ടി. ഗ്രാമമുഖ്യൻ്റെ മൂത്ത മകൻ്റെ വായിൽ ശ്രീപാദന് നിവേദിച്ച പാൽ ഒഴിച്ചു കൊടുത്തപ്പോൾ അയാളുടെ മോഹാലസ്യം മാറി. അയാൾക്ക് ബോധം വന്നു. താൻ എല്ലായ്പ്പോഴും ശ്രീപാദ നാമസ്മരണയോടെ സദാചാര ജീവിതം നയിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്ത് മാന്ത്രികൻ എവിടേക്കോ പോയി. ഗ്രാമമുഖ്യൻ വിവാദാസ്പദമായ ഭൂമി വൃദ്ധദമ്പതികളുടേതാണെന്ന് തീർപ്പ് കൽപ്പിച്ചു. 3 സർപ്പരാജന്മാർ നിവസിച്ചിരുന്ന പുറ്റിൽ 3 ഔദുംബര വൃക്ഷങ്ങൾ മുളച്ചു വന്നു. കുറച്ചു കാലത്തിന് ശേഷം ദത്താനന്ദൻ എന്ന ഒരു അവധൂതൻ ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങളുടെ വീട്ടിൽ വന്നു. അദ്ദേഹം ഔദുംബര വൃക്ഷച്ചുവട്ടിൽ ധ്യാനത്തിലിരിക്കും. ഒരു ശനിയാഴ്ച പ്രദോഷ സമയത്ത് അദ്ദേഹം ഞങ്ങൾ ഉണ്ടാക്കിയ ഹൽവ ശ്രീപാദന് നിവേദിച്ചു. അദ്ദേഹം പ്രസാദമായി അത് ഞങ്ങൾക്കും തന്നു. ഹൽവ ശ്രീപാദന് നിവേദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശ്രീപാദൻ പീഠികാപുരത്ത് തൻ്റെ മാതാമഹൻ്റെ ഗൃഹത്തിൽ ഔദുംബര വൃക്ഷച്ചുവട്ടിൽ ഇരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ സുമതി മഹാറാണി ഒരു വെള്ളിപ്പാത്രം നിറയെ ഹൽവയെടുത്ത് വളരെ സ്നേഹപൂർവ്വം അത് ശ്രീപാദന് ഭക്ഷിക്കാൻ കൊടുക്കും. ശ്രീപാദ ശ്രീവല്ലഭൻ നരസിംഹ സരസ്വതി സ്വാമി സമർത്ഥൻ ഈ 3 നാമങ്ങളുടെ സങ്കേതങ്ങളാണ് ഈ 3 വൃക്ഷങ്ങൾ. പീഠികാപുരത്തെ ആ ഔദുംബര വൃക്ഷത്തിൻ്റെ വിത്തുകളുടെ തുടർച്ചയിൽ ഉള്ളവയാണ് ഈ 3 വൃക്ഷങ്ങൾ. ഭാവിയിൽ ഈ വൃക്ഷങ്ങളുടെ വിത്തുകളുടെ തുടർച്ചയായി ഒരു വിത്ത് ശ്രീപാദൻ്റെ ജന്മസ്ഥലത്ത് ഒരു ഔദുംബര വൃക്ഷമായി വളർന്നു വരും. അവിടെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ദിവ്യ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുക.
ആ ഉദുംബര വൃക്ഷത്തിൻ്റെ താഴെ പ്രതിഷ്ഠിക്കപ്പെടുന്ന ശ്രീപാദന് ശനിപ്രദോഷ സമയത്ത് ഹൽവ നിവേദിക്കുന്നവർക്ക് കയ്യെത്തുന്ന സ്ഥലത്തുനിന്ന് ഒരു സുവർണ നിധി ലഭിച്ചതുപോലുള്ള അനുഗ്രഹം ഉണ്ടാകും. അത്ഭുതകരമായ ഈ കഥകൾ കേട്ടതിനു ശേഷം എൻ്റെ ഭക്തി സുദൃഢമായി. അടുത്ത ദിവസം ഞാൻ കുരുംഗഡ്ഡയ്ക്ക് പുറപ്പെട്ടു. ശ്രീപാദരാജം ശരണം പ്രപദ്യേ.